തെരഞ്ഞെടുപ്പിന് വളരെ മുൻപ് തന്നെ വിജയം നേടി 1-0 മുന്നിട്ട് നിൽക്കുകയാണ് BJP. സൂററ്റിലെ BJP സ്ഥാനാർത്ഥിയായ മുകേഷ് ദലാൽ കളിക്ക് മുമ്പ് തന്നെ കളി ജയിച്ചു. അസാധാരണമായ സംഭവങ്ങളാണ് സൂററ്റിൽ അരങ്ങേറിയത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക സമർപ്പിച്ച നിലേഷ് കുംഭാനിയുടെ പത്രിക വരണാധികാരി തള്ളിക്കളഞ്ഞു. ഇതിനു പിന്നാലെ ഡെമ്മി സ്ഥാനാർത്ഥികളും ഒപ്പം മത്സരരംഗത്തുണ്ടായിരുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളും BSP സ്ഥാനാർത്ഥിയും പത്രിക പിൻവലിക്കുകയുണ്ടായി. ഫലത്തിൽ മുകേഷ് മാത്രമായി സ്ഥാനാർത്ഥി. വരണാധികാരിക്ക് ഇദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിക്കാതെ തരമില്ല എന്നാണ് നിയമം. അങ്ങനെ സൂററ്റിൽ കളത്തിലിറങ്ങും മുമ്പേ ഗോളടിച്ച് ജയിച്ചു നിൽക്കുകയാണ് NDA. BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയെ കാണാനില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട്. നിലേഷിനെ ഫോണിൽ ബന്ധപ്പെടാനും കഴിയുന്നില്ലെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പത്രിക തള്ളിയതിന് പിന്നാലെ തന്നെ കുംഭാനിക്കെതിരെ കോൺഗ്രസിൽ നിന്ന് വിമർശനം ഉയർന്നിരുന്നു. നിലേഷ് കുംഭാനിയുടെ വസതിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. നിലേഷ് കുംഭാനി BJPയിൽ ചേർന്നേക്കും എന്നാണ് ഇപ്പോൾ ഉയരുന്ന അഭ്യൂഹം. സൂററ്റ് മണ്ഡലത്തിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായ തിങ്കളാഴ്ച BJP സ്ഥാനാർത്ഥിക്ക് പുറമെ 8 പേർ കൂടിയാണ് മത്സര രംഗത്ത് ഉണ്ടായിരുന്നത്. നാമനിർദ്ദേശം ചെയ്ത 3 വോട്ടർമാരും ഒപ്പുകൾ തങ്ങളുടേതല്ല എന്ന് വിശദീകരണം നൽകി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക ഇതോടെ തള്ളിപ്പോവുകയും ചെയ്തു. ഡെമ്മി സ്ഥാനാർത്ഥിയായ സുരേഷ് പടലസയുടെ പത്രികയും ഇതേ രീതിയിൽ തന്നെയാണ് തള്ളിപ്പോയത്. കുംഭാനിയുടെ സഹോദരി ഭർത്താവും അനന്തരവനും കച്ചവട പങ്കാളിയുമൊക്കെയുമാണ് ഒപ്പ് തങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് പിന്തുണ പിൻവലിച്ചത്. ഇതോടെ സ്ഥാനാർത്ഥി അയോഗ്യനാക്കപ്പെട്ടു. ബന്ധുക്കളും സ്ഥാനാർത്ഥിയും ഒളിവിലാണെന്നാണ് റിപ്പോർട്ട്. BSP സ്ഥാനാർത്ഥിയായ പ്യാരലാൽ ഭാരതിയായിരുന്നു മറ്റു സ്ഥാനാർത്ഥികളിലെ പ്രമുഖൻ. ഉച്ചതിരിഞ്ഞ് 2 മണിയോടെ BSP സ്ഥാനാർത്ഥിയും പിൻവാങ്ങി. അതിനു മുമ്പ് തന്നെ 3 പ്രാദേശിക പാർട്ടികളുടെ പ്രതിനിധികളും 4 സ്വതന്ത്രരും ഉൾപ്പെടെ 7 പേരും പത്രിക പിൻവലിച്ചിരുന്നു. ഇതോടെ മുകേഷ് ദലാൽ വിജയിച്ചതായി വരണാധികാരി രേഖയും നൽകി. ഏതായാലും സംഭവം കോൺഗ്രസിന് വലിയ നാണക്കേടായി. BJPയുടെ സമ്മർദ്ദ രാഷ്ട്രീയം മൂലമാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും തെരഞ്ഞെടുപ്പ് നടപടികൾ പുനരാരംഭിക്കണം എന്നുമാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ആവശ്യം. ഈ ആവശ്യവുമായി അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ ക്രമക്കേടുണ്ടെന്നും മറ്റൊരു തീയതി നിശ്ചയിച്ച് സൂററ്റിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതുപോലെ അല്ലെങ്കിലും കേരളത്തിലും ഒരാൾ മറുകണ്ഠം ചാടി. KPCC അധ്യക്ഷനും കണ്ണൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ K സുധാകരന്റെ മുൻ PA ആണ്, പേഴ്സണൽ അസിസ്റ്റന്റ് ആണ്, പഴയ നേതാവിന് കൈവിട്ട് BJPയിൽ എത്തിയിരിക്കുന്നത്. സുധാകരന്റെ വികസന വിരുദ്ധ നിലപാടുകളെ പ്രതിഷേധിച്ചാണ് താൻ BJPയിൽ ചേരുന്നതെന്ന് മനോജ് കുമാർ പ്രതികരിക്കുന്നു. കണ്ണൂർ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ C രഘുനാഥ് മനോജ് കുമാറിനെ ഷാൾ അണിയിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. 2004 മുതൽ 2009 വരെ K സുധാകരൻ MP ആയിരുന്ന സമയത്താണ് മനോജ് കുമാർ PA ആയി പ്രവർത്തിച്ചിരുന്നത്. നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത് വികസനത്തിൽ ഊന്നിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും NDA സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത് ആവശ്യമാണ് മനോജ് കുമാർ പറയുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.